ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചായക്കൊപ്പം എല്ലാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ചപ്പാത്തിയോ കുബൂസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചാലും മതി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടാവില്ല. ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സംഭവങ്ങളിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ പിന്നെ ഞാൻ ക്യാപ്സിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പച്ചക്കറികളൊന്നും നന്നായിട്ട് അങ്ങ് എന്താ പറയുക വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കുറച്ചൊന്ന് കടിക്കുകയും കിട്ടണം. ആ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രൈഡ് റൈസിലെല്ലാം ഇടൂലേ, അതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് വേണ്ടത്. അധികം അങ്ങ് വയറ്റിയെടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമും ഒന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചക്കറി കറക്റ്റ് ആ ഒരു രീതിക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അതായത് നന്നായി വയറ്റിയെടുക്കാണ്ട് നമുക്ക് ചെറുങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിക്ക് ഇതൊന്ന് നമുക്ക് വയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം വയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല, ഇത് എടുത്ത് കളയാനേ പറ്റൂ. അത്രയും ഇതിൽ ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പിന്നെ പൗഡർ സാധാരണ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പക്ഷേ ഡ്രൈ റെഡ് ചില്ലി ക്രഷ് ചെയ്തിടുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഇടേണ്ട ആവശ്യം ചിലപ്പം വരില്ല. അപ്പോൾ അതായത് ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ഫസ്റ്റ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടാലും മതി. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഞാൻ ഉപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് കൂടിപ്പോയാൽ ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് എനിക്കൊരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഓപ്ഷണലാണ്. ചിക്കൻ സ്റ്റോക്ക് ഇട്ടാലാണ് ടേസ്റ്റ്. ഇനി അത് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട, പിന്നെ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ഫുള്ളുള്ളത്. പിന്നെ പച്ചക്കറി അധികം വെന്ത് പോകരുതെന്ന് ഉള്ളത് ഒന്ന്, പിന്നെ ഉപ്പ് കൂടി പോകരുത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുബൂസ് നീളത്തിൽ മുറിച്ചിട്ടതാണ് ഞാനിത്. ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാനിത് വീറ്റിൻ്റെ കുബൂസാണ് ഇതിലിട്ടത്. എൻ്റെ അടുത്ത് ബാക്കി വന്ന കുബൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുബൂസ് ഇല്ല, ചപ്പാത്തി ഉള്ളതെങ്കിൽ നിങ്ങൾ ചപ്പാത്തി ഇങ്ങനെ നീളത്തിൽ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളെ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചപ്പാത്തി എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം. അല്ലെങ്കിൽ ആ ചപ്പാത്തിയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മിക്സായി കിട്ടില്ല. ഇപ്പം ഞാനിവിടെ എടുത്തത് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇതിൽ കുറച്ച് സോസ് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇത് എന്താ പറയുക മിക്സായി കിട്ടും. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കൂലേ, നമ്മളിങ്ങനെ ചിക്കി എടുക്കൂലേ, അത് വെറുങ്ങനെ അങ്ങനെ ഉപ്പോ അങ്ങനെ സംഭവങ്ങളൊന്നും ഒട്ടിക്കില്ല. ജസ്റ്റ് കുറച്ച് ബട്ടറിൽ മുട്ട ഒന്ന് ചിക്കി എടുത്തതാണിത്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടേൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എനിക്കിന്ന് തീരെ മടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നേരം എടുത്തിട്ട് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആ ചിക്കൻ ഇടുന്ന എത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിത് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടിയും ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയും കുറച്ച് സവാളയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മടിയുള്ള ദിവസങ്ങളിലും അതേപോലെ ബാക്കി വന്ന കുബൂസും ചപ്പാത്തിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തയ്യാറാക്കി നോക്കുക. ഇതിന് ചപ്പാത്തി നൂഡിൽസ്, കുബൂസ് നൂഡിൽസ് അങ്ങനെയൊക്കെ പേര് പറയും. അതുപോലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമായി ഇതിൽ സോസെല്ലാം ഒഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിത് മയോണൈസ് യൂസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.